ഖുശാംദീദ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ആനുവൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കറിയാലോ, 6 പ്രവർത്തനങ്ങളുണ്ടാവും. അതിൽ 2 2 ഇൻറ്റേർണൽ ചോയ്സുകൾ ഉണ്ടാവും അല്ലേ? അഥവാ എയോ ബിയോ അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ആ രീതിക്കായിരിക്കുമല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാലോ, ആനുവൽ എക്സാം ആകുന്ന സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മുഴുവനും നമ്മൾ കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലേ? കാരണം കഴിഞ്ഞ പാഠഭാഗത്തിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ എല്ലാ പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എന്തായാലും ആദ്യത്തെ പ്രവർത്തനം നമുക്ക് നോക്കാം. ആദ്യത്തെ സർഗർമി ഏക്കിലെ ഒന്നാമത്തേത് ഇതാണ്. ഹാന അലിഫ് കോ ഹാന ബേ സെ മിലാക്കർ ലിഖിയേ. ഹാന അലിഫിനെ ഹാന ബേയുമായി ചേർത്തെഴുതുക അഥവാ ശരിയായത് ചേരുംപടി ചേർത്ത് എഴുതുക. ആദ്യത്തെ ഹാന അലിഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്? ആദ്യത്തേൽ കൊടുത്തിട്ടുണ്ട് റിയാസത്തി ജാൻവർ, കൗമി പൂൽ, റിയാസത്തി പൽ, കൗമി പരിന്ത, റിയാസത്തി പരിന്ത, കൗമി പൽ. ഇതൊക്കെ എന്തൊക്കെയാണ് നമുക്കറിയാമല്ലോ അല്ലേ? റിയാസത്തി ജാൻവർ സംസ്ഥാന മൃഗം, അതുപോലെ തന്നെ ദേശീയ പുഷ്പം സംസ്ഥാന പൽ അഥവാ ഫലം. അടുത്തത് കൗമി പരിന്ത ദേശീയ പക്ഷി, റിയാസത്തി പരിന്ത സംസ്ഥാന പക്ഷി, കൗമി പൽ അഥവാ ദേശീയ ഫലം. ഇനി ഇപ്പുറത്ത് പപ്പീഹ വേഴാമ്പൽ, കട്ടൽ എന്താണ്? ചക്ക, ആം മാങ്ങ, കവൽ താമര, മോർ മയിൽ, ഹാത്തി ആന. അപ്പോൾ ഇതൊക്കെ നമുക്ക് യോജിപ്പിക്കാൻ അറിയുമല്ലോ. പെട്ടെന്ന് യോജിപ്പിച്ച് നോക്കിയാലോ. റിയാസത്തി ജാൻവർ ഹാത്തിയാണ്, ആനയാണ് അല്ലേ? കൗമി പൂൽ എന്താണ്? കൗമി പൂൽ കവലാണ്, താമര. റിയാസത്തി പൽ ഏതാണ്? റിയാസത്തി പൽ നമുക്കറിയാം കട്ടൽ ആണ്, ചക്കയാണ്. കൗമി പരിന്തയാണെങ്കിലോ മയിൽ മോറാണ്. റിയാസത്തി പരിന്ത നമുക്കറിയാം നമ്മുടെ പപ്പീഹയാണ് അല്ലേ? ഇനി കൗമി പൽ ആണെന്നുണ്ടെങ്കിൽ അത് ആം ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഉപയോഗിക്കാൻ പറ്റുന്നത് എങ്ങനെ ചേരുംപടി ചേർക്കാൻ മാത്രമല്ല. ഇപ്പോൾ നമ്മളോട് പറയാണ് കേരള കെ ബാരെ മേ ഏക് നോട്ട് ലിഖിയേ, അതല്ല എന്നുണ്ടെങ്കിൽ ഹിന്ദുസ്ഥാൻ കെ ബാരെ മേ ഏക് നോട്ട് ലിഖിയേ എന്നൊക്കെ പറഞ്ഞാൽ അതിനും ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ് ഇത് അല്ലേ? നോക്കൂ, ഇപ്പോൾ നമ്മൾ കേരളത്തിനെ കുറിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എഴുതും കേരള ഹമാര റിയാസത്ത് ഹേ. ഈ ഒരു വരിയെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ബാക്കി എന്തെഴുതണമെന്ന് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അതിൽ ഉപയോഗിച്ചൂടെ? കേരള ഹമാര റിയാസത്ത് ഹേ. എന്നിട്ട് നമുക്ക് എന്തെഴുതാം? കേരളാക്ക റിയാസത്തി ജാൻവർ. കേരളത്തിൻ്റെ, കേരളാക്ക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ എന്നാണ് അർത്ഥം. കേരളാക്ക റിയാസത്തി ജാൻവർ എന്താ? ഹാത്തി ഹേ. ഇനി അതേപോലെ ഇതിൽ നമ്മൾ വേറെയും കുറേ കൊടുത്തിട്ടുണ്ട്. കേരളാക്ക റിയാസത്തി പൽ അല്ലേ? റിയാസത്തി പൽ എന്താണ്? കട്ടലാണ്. കേരളാക്ക റിയാസത്തി പരിന്തേത പപ്പീഹയാണ്. ഇതെല്ലാം എഴുതിയാൽ തന്നെ ഒരു നോട്ടായി അല്ലേ? ഇനി കേരള ബഹുത്ത് ഹൂബ് സൂറത്ത് ഹേ. ഈ ഹൂബ് സൂറത്ത് എന്നുള്ള വാക്കൊക്കെ നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റാട്ടോ, പറ്റും. അടുത്തത് പ്യാര പ്രിയപ്പെട്ടത്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ അച്ച നല്ലത്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കേരള ബഹുത്ത് ഹൂബ് സൂറത്ത് വത്തൻ റിയാസത്ത് ഹേ, കേരള മേര പ്യാര ഹേ, കേരള ബഹുത്ത് അച്ചാ ഹേ എന്നൊക്കെ എഴുതിക്കൂടെ? അങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. ഇനിയിപ്പോൾ ഇന്ത്യയെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും എഴുതാം. ഹിന്ദുസ്ഥാൻ എന്താ? പക്ഷെ നമ്മുടെ വത്തനാണ്, അതല്ല എന്നുണ്ടെങ്കിൽ മുൽക്കാണ്. അങ്ങനെ എഴുതുക. ഹിന്ദുസ്ഥാൻ ഹമാര മുൽക്ക് ഹേ അല്ലേ? ഹിന്ദുസ്ഥാൻ ഹമാര മുൽക്ക് ഹേ. പിന്നെന്താ എഴുതാം? ഹിന്ദുസ്ഥാൻ ക കൗമി പൂൽ കവൽ ഹേ, ഹിന്ദുസ്ഥാൻ ക കൗമി പരിന്ത മോർ ഹേ, കൗമി പൽ അല്ലേ ആം ഹേ, ഹിന്ദുസ്ഥാൻ ബഹുത്ത് ഹൂബ് സൂറത്ത് ഹേ. എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങളാണ് ഈ ഒറ്റ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇനി ഇതിൽ രണ്ടാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. സർഗർമി ഏക്കിലെ രണ്ടാമത്തെ സവാല് ബച്ചോ റിയാസത്ത് കേരള മീ മുഹത്തലിഫ് പൈദാവറോ ഹെ. പലതരത്തിലുള്ള പൈദാവറുകളുണ്ട്. കിസി ദോ പൈദാവറോ കെ നാം ലിഖിയെ. ഏതെങ്കിലും 2 പൈദാവറുകളുടെ പേരെഴുതുക. പസന്ദീദ ഇഷ്ടപ്പെട്ട ഒന്നിനെക്കുറിച്ച് നോട്ട് തയ്യാറാക്കുക. അപ്പോൾ നമ്മളിതൊക്കെ ഒരുപാട് തവണ ചെയ്ത പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പാഠം, അതുപോലെ തന്നെ ഇന്ത്യയെക്കുറിച്ചുള്ള പാഠം, പ്യാരാവത്തൻ ആ ഒരു പാട്ടുണ്ടല്ലോ, ഇന്ത്യയെക്കുറിച്ചുള്ളൊരു കവിത, അതുമായി ബന്ധപ്പെട്ടതാണ് ഇതെല്ലാം കേട്ടോ.
ആ ആ 2 പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ പാഠഭാഗങ്ങളൊന്ന് റിവൈസ് ചെയ്യും കൂടി ചെയ്യുകയാണ്. അപ്പോൾ നോക്കൂ, 2 പൈതാവറകളുടെ പേര് നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാം. നാരിയൽ എഴുതാം. 1 നാരിയൽ എന്തായാലും പഠിച്ചിട്ടുണ്ടാവില്ലേ. ഇനി കട്ടൽ എന്ന് എഴുതാം. ഇനി ഇത് 2 എഴുതി. ഇനി നമുക്ക് എന്തെഴുതാം, നാരിയലിനെ കുറിച്ച് അല്ലെങ്കിൽ കട്ടലിനെ കുറിച്ച് ഇഷ്ടമുള്ള ഒന്നിനെ കുറിച്ച് എന്തെഴുതണം, ഒരു നോട്ട് തയ്യാറാക്കണം. അപ്പോൾ നാരിയലിനെ കുറിച്ചാണ് ഞാൻ എഴുതണമെന്നുണ്ടെങ്കിൽ നാരിയൽ എന്തെഴുതുന്നു, നാരിയൽ കേരളാക്ക കേരളത്തിൻ്റെ, കേരളത്തിൻ്റെ പഠിച്ചു വയ്ക്കുക. കേരളാക്ക അഹം പൈതാവർ ഹേ, പ്രധാനപ്പെട്ട പൈതാവറാണ്. കാർഷിക വിള അല്ലേ. പിന്നെ വോ അല്ലെങ്കിൽ നാരിയൽ ബഹുത്ത് മീഠാ ഹേ, പിന്നെ വോ ബഹുത്ത് മസേദാർ ഹേ, വളരെ രുചികരമാണ്. ഈ സംഭവമൊക്കെ, ഈ മസേദാർ, അതുപോലെ തന്നെ ഈ മീട്ട, ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ കേരളാക്ക കേരളത്തിൻ്റെ. ഇനിയിപ്പോൾ ഇന്ത്യയുടെ എന്നാണെങ്കിൽ ഹിന്ദുസ്ഥാൻ കാ. അതുപോലെ പൈതാവർ, ഈ വാക്ക് നമുക്കറിയാലോ. പിന്നെയോ ഇസ്സേ മുഖ്തലിഫ് ചീസേ ബനാത്തേ ഹേ, ഇതുകൊണ്ട് ഒരുപാട് വസ്തുക്കൾ, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് എഴുതിയാൽ മതിയാവും. ഇനിയിപ്പോൾ നമ്മൾ കട്ടലിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റില്ലേ. അപ്പോൾ ഏതിനെക്കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എഴുതാൻ പറ്റും. ഇനിയിപ്പോൾ കാനേക്കി ചീസേ ആണെന്നുണ്ടെങ്കിൽ കാനേക്കി ചീസേ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. ഈ വാക്കുകൾ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഈ വാക്കുകളൊക്കെ പഠിച്ചു വെക്കുക. ഇതൊക്കെ പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുവിധം മാർക്ക് വാങ്ങാനുള്ള വഴികളുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ 2ാമത്തെ പ്രവർത്തനം നോക്കാം. ഇനി 2ാമത്തെ സർഗർമി ഇതാണ്. നോക്കൂ, ദില്ലി ജായേ എന്നുള്ള പാഠഭാഗത്തിലെ കുറച്ച് വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബോലിയോ ബില്ലേസേ ബില്ലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പാട്ടില്ലേ, ഹം തും ദോനോ ജായേ ദില്ലി, കുച്ചിയോ മോജ് ബനായേ ഹംബി, സോഹൻ ഹൽവ കായേ ഹംബി, ദേക്കേ മീനാ ബാസാറോं को, लाल किला की दीवारों को, जमुना पार भी हम जाएंगे, ജന്തർ മന്തർ ദേഖായെങ്കിൽ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കൂ. ഹിന്ദുസ്ഥാൻ കെ രാജധാനി കഹാം ഹെ, ഇന്ത്യയുടെ രാജധാനി എവിടെയാണ് നമുക്കറിയാം, ദില്ലിയിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ഹിന്ദുസ്ഥാൻ കെ രാജധാനി ദില്ലി ഹെ. ഇനി അടുത്തത് ദോ ട്രാഫിക് സിഗ്നൽ ലിഖിയെ, 2 ട്രാഫിക് സിഗ്നലുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ട്രാഫിക് സിഗ്നലുകൾ അവസാനത്തെ പാഠഭാഗത്തിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ, ഹോഷിയാർ രഹോ എന്നുള്ള പാഠഭാഗത്തിൽ ഓർമ്മയുണ്ടാവും അല്ലേ. അപ്പോൾ 2 പഠിച്ചു വെക്കുക. അത് നമുക്ക് ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ട്രാഫിക് സിഗ്നലുകൾ എഴുതുക എന്നുള്ള രീതിക്ക് തരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണിച്ചതുപോലെ ട്രാഫിക് സിഗ്നലിൻ്റെ ആ ഒരു ചിത്രം തന്നതിന് ശേഷം അതിൻ്റെ അനുയോജ്യമായിട്ടുള്ള ജുംല വേറൊരു ബോക്സിലോ വേറെ എവിടെയെങ്കിലും കൊടുത്തിട്ട് അത് യോജിപ്പിച്ച് എഴുതാൻ വരും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ട്രാഫിക് സിഗ്നലുകൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യോജിപ്പിക്കാനാണെന്നുണ്ടെങ്കിലും സ്വന്തമായി എഴുതാനാണെന്നുണ്ടെങ്കിലും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് 2 ട്രാഫിക് സിഗ്നലുകളൊന്ന് എഴുതി നോക്കാം. നമ്മൾ രുക് ജായിയേ അല്ലേ, നിൽക്കൂ. കാരണം എന്താ, ലാൽ സിഗ്നൽ ഹേ, ലാൽ സിഗ്നൽ ഉണ്ട്. റെഡ് സിഗ്നലാണ്, അതുകൊണ്ട് സ്റ്റോപ്പ് അല്ലേ. ഇനിയിപ്പോൾ ഹരാ സിഗ്നൽ, ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. ഹരാ സിഗ്നൽ ചൽനെ കാ ഇഷാരാ ഹേ, ചൽനെ കാ ഇഷാരാ ഹേ, ഇതൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുക. അല്ലെങ്കിൽ രുക് ജായിയേ ലാൽ സിഗ്നൽ ഹേ, പിന്നെന്താ ഹരാ സിഗ്നൽ ചലിയേ, അങ്ങനെയും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് 2 പഠിച്ചു വയ്ക്കുക. ഇനിയിപ്പോൾ തിരിച്ച് നമ്മളോട് ചോദിക്കുകയാണ്, ഗാഡി എപ്പോഴാണ് നിർത്തേണ്ടത്. ഹം ഗാഡി സടക്ക് പർ കബ് രുക്നാ ഹേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സിഗ്നൽ പർ, കിസ് സിഗ്നൽ പർ രുക്നാ ഹേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയണം ലാൽ സിഗ്നലാണ്. റെഡ് സിഗ്നൽ വരുമ്പോൾ എപ്പോഴാണ് നമ്മൾ ഗാഡി ചലനേക്ക ഇഷാറ നമുക്ക് എപ്പോഴാണ് ലഭിക്കുന്നത്, അത് നമുക്കറിയാം ഹരാ സിഗ്നലിലാണ്. ഇനിയിപ്പോൾ അടുത്തത് ചോദിക്കുകയാണ്, നമ്മൾ റോഡ് ഏതിലൂടെയാണ് മുറിച്ച് കിടക്കേണ്ടത്. കാൽനട യാത്രക്കാർ അഥവാ പൈതൽ അല്ലേ, അവരെ പൈതൽ ചലനെ വാലെ സടക്കെ കിസ് തരഫ് സേ സടക് പാർ കർനാ ഹേ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലോ
അത് നമുക്കറിയണം, സീബ്ര ലൈന്. അപ്പോൾ നമ്മൾ പഠിച്ചു വയ്ക്കുക, ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വയ്ക്കുക. അതേമാതിരി ഇതിലൊരു ആംബുലൻസിൻ്റെ നമ്പർ ഉണ്ട് 108, ആ ഒരു നമ്പർ ഉണ്ടല്ലോ, അത് നമ്മൾ പഠിച്ചു വയ്ക്കുക. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ഇതിൽ മൂന്നാമത്തേത് എന്താണ്? ഇഷാർ കി മദദ് സെ ദില്ലി കെ ബാരെ മേ നോട്ട് ലിഖിയെ. ഈ വരികളുടെ സഹായത്താൽ ദില്ലിയെക്കുറിച്ച് നോട്ട് തയ്യാറാക്കണം. അതും വളരെ സിമ്പിളാണ് അല്ലേ. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ആദ്യത്തെ വരി എഴുതാൻ പറ്റും. നോക്കൂ, ഹിന്ദുസ്ഥാൻ കെ രാജധാനി ആണ് ദില്ലി. അപ്പോൾ നമുക്ക് എഴുതാലോ, ദില്ലി ഹിന്ദുസ്ഥാൻ കെ രാജധാനി ഹെ. ഒരു സെൻറ്റൻസ് ആയില്ലേ. ഇനി അടുത്തത് എന്താ? ഇവിടെ ഇങ്ങനെ വരികൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഇതാ ഇവിടെ നോക്കൂ, മീന ബാസാറോ, ലാൽ കില്ല, കണ്ടില്ലേ. അപ്പം നമുക്ക് എഴുതാം എന്ത്? ഇതാ ഇവിടെ ജന്തർ മന്ദർ ഉണ്ട്. അടുത്തത് നമുക്ക് എഴുതാലോ, ദില്ലി മേ ലാൽ കില്ല ഹേ, ദില്ലി മേ ലാൽ കില്ല ഹേ. പിന്നെ വഹാ ജന്തർ മന്ദർ ഹേ, ജന്തർ മന്ദർ ഹേ. ദില്ലി ബഹുത് ഖൂബ്സൂരത് ഹേ. പിന്നെ ദില്ലി മേരാ പസന്ദീദ ജഗാ ഹേ. എഴുതിക്കൂടെ? അപ്പം ഇങ്ങനെയൊക്കെ എഴുതിയാൽ തന്നെ എന്തായി? നമുക്ക് ഇഷ്ടംപോലെ മാർക്ക് വാങ്ങാനുള്ളതായി. ഒരു തെറ്റും വരികയും ചെയ്യില്ല. ഓക്കെ, അപ്പം നമ്മൾ തരുന്ന കവിത ഇതിപ്പോൾ നമ്മൾ ദില്ലിയെക്കുറിച്ചാണ് എഴുതിയെന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്തിലേക്ക് പോകുന്നത് പോലെ തരും. അപ്പോൾ അതിലും കുറേ സ്ഥലങ്ങളുടെ പേരുണ്ടാവും. എന്താണെന്നുണ്ടെങ്കിലും ഈ ഖൂബ്സൂരത്ത് എഴുതാം, ദില്ലി മേരാ പ്യാരാ ജഗാഹേ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതിക്കൂടെ? എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലമാണെന്ന്. അതൊക്കെ നമുക്ക് എല്ലാത്തിലും എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആ കവിതയിൽ തന്നിട്ടുണ്ടാവും. അതുപയോഗിച്ച് വളരെ വൃത്തിയായിട്ട് നമുക്ക് നോട്ട് തയ്യാറാക്കാൻ പറ്റും. മനസ്സിലായോ? ഇനിയിപ്പോൾ ഈ ഒരു കവിതയല്ല തന്നത്, ഇനിയിപ്പോൾ നമ്മുടെ പടോസി എന്നുള്ള കവിത തരാനുള്ള സാധ്യതയുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ കേത്തോമേ ജാനായി എന്നുള്ള കവിത തരാൻ സാധ്യതയുണ്ട്. അതേത് തന്നാലും നമുക്ക് അതിൽ നിന്ന് ഉള്ളത് വെച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റണം? നോട്ട് തയ്യാറാക്കാൻ പറ്റണം. അപ്പോൾ അതും കൂടെ എങ്ങനെയാണെന്ന് പറയാം. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഇപ്പോൾ നമുക്ക് ഒരു കവിത തന്നിട്ട് അതിൻ്റെ ആശയം എഴുതാൻ പറയുകയാണ്. അപ്പോൾ ഇതല്ല, വേറെ ഏത് തന്നാലും, ഇപ്പോൾ ഏതാവട്ടെ, പടോസിയെക്കുറിച്ചുള്ളതോ അതല്ല നമ്മൾ പഠിക്കാത്ത ഏത് തന്നാലും നമുക്ക് എങ്ങനെയാണ് കുറച്ച് മാർക്കുകൾ അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അതിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക? നമുക്ക് അതൊന്ന് നോക്കാം. ആ ഒരു ട്രിക്കും കൂടെ നോക്കാം. നമ്മൾ അറിയാം, കുറേ വാക്കുകൾ ചേരുമ്പോഴാണ് ഒരു വാചകം ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ മിനിമം ഒരു 3-4 വാക്കുകൾ ചേർന്നാൽ എന്താവുന്നുണ്ട്? ഒരു വാചകം ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വാചകം തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു നോട്ട് തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ്? കുറേ വാചകങ്ങൾ ചേർന്നിട്ടാണ് ഒരു നോട്ട് ഉണ്ടാവുക, അറിയാലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം എന്തിനെക്കുറിച്ചാണോ നമ്മൾ എഴുതേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് വായിക്കുമ്പോൾ ഒരു മനസ്സിലാവുമല്ലോ എന്തിനെക്കുറിച്ചാണ് ഞാൻ എഴുതാൻ പോകണമെന്നുള്ളത്. ഇപ്പോൾ ഇത് എവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ദില്ലിയെക്കുറിച്ചാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്തെഴുതുന്നു? ഒരു സെൻറ്റൻസിന് തുടക്കം ദില്ലി എന്ന് എഴുതുന്നു. കാരണം എനിക്ക് ദില്ലിയെക്കുറിച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വിഷയത്തിനെക്കുറിച്ചാണോ എഴുതേണ്ടത് അത് ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ എഴുതാം. ഇനി അവസാനം എപ്പോഴും അതിൽ ഹേ ഉണ്ടാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഹേ, ഓക്കെ. ഈ ഹേയും വരാം, അല്ലെങ്കിൽ ഈ ഹേ ആണെങ്കിലും വരാം. ഇത് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിലാണ് ഇത് വേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഈ ഹേ മതി. ഇനി ഇവിടെ നമ്മൾ പഠിക്കുന്ന ഖൂബ്സൂറത്ത് എന്നുള്ള വാക്ക് ഞാൻ പഠിച്ചു എന്ന് വിചാരിക്കുക. ആ വാക്ക് വെച്ചാണ് ഞാൻ എഴുതണമെന്നുണ്ടെങ്കിൽ ദില്ലി ഖൂബ്സൂറത്ത് ഹേ, ദില്ലി ഭംഗിയുള്ളതാണ്. നമുക്ക് എഴുതിക്കൂടെ? ഇപ്പോൾ കേത്തിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഞാൻ എന്തെഴുതുന്നു? കേത്ത് ഖൂബ്സൂറത്ത് ഹേ. ഇനിയിപ്പോൾ ആ കവിതയിൽ എന്തുണ്ടാവും? കുറച്ച് വിശേഷ പദങ്ങളൊക്കെ അല്ലെങ്കിൽ വിശേഷണങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ എന്തിനെക്കുറിച്ചാണ് എഴുതുന്നത് അതിനെക്കുറിച്ച്. അപ്പം എന്ത് ചെയ്യുക? അതും കൂടെ ചേർക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലമൊക്കെയാണ് നമ്മൾ എഴുതണമെങ്കിൽ ജന്തർ മന്ദർ, ലാൽ കില്ല, ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഏത് സ്ഥലത്തിനെ കുറിച്ചാണോ എഴുതുന്നത് അതിൻ്റെ ഒപ്പം നമ്മളൊരു മേ എഴുതുക, ദില്ലി മേ. അതല്ല കേത്താണെന്നുണ്ടെങ്കിൽ കേത്ത് മേ, സ്കൂളാണെങ്കിൽ സ്കൂൾ മേ, ആ ഇൽ എന്നുള്ളത് വരാൻ വേണ്ടിയിട്ടാണ് അത്. ബാക്കി നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക? ഈ ജന്തർ മന്ദർ ഹേ, മനസ്സിലായോ? ജന്തർ മന്ദർ ഹേ, ശരിയായില്ലേ? അപ്പോൾ ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്നിൽ ഇങ്ങനെയും നമുക്ക് സെൻറ്റൻസ് എഴുതാം, ഇങ്ങനെയും എഴുതാം, മനസ്സിലായോ? അപ്പോൾ ഈ 2 രീതിക്ക് നമ്മൾ ചെയ്യുക. അവിടെ ഉള്ള വസ്തുവിനെ കുറിച്ചാണ് നമ്മൾ എഴുതണമെന്നുണ്ടെങ്കിൽ അവിടെ ദില്ലി മേ, അത് അങ്ങനെ മേ ചേർത്ത് എഴുതുക. അതല്ല, വെറുതെ നമ്മൾ ഖൂബ്സൂറത്തും പ്യാരയൊക്കെയാണ് പറയുന്നത്,
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേത്ത് ഇപ്പോൾ ഹരിയാലിയാണ് അതിലുണ്ടെന്നുണ്ടെങ്കിൽ കേത്ത് ഹരിയാലി ഹേ, അല്ലെങ്കിൽ കേത്ത് മേ ഹരിയാലി ഹേ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് മാർക്കെങ്കിലും നമുക്ക് അതിന് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. ഇനി സർഗർമി 3 എ ആണ്. അപ്പോൾ ഇതിൽ ഇൻറ്റേർണൽ ചോയ്സുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കൂ, ആദ്യത്തേത് സ്വഹീഹ് ജുംല ചുൻകർ ലിഖിയെന്നാണ്. സ്വഹീഹ് ജുംല, ശരിയായ ജുംല തിരഞ്ഞെടുത്ത് എഴുതുക. ഇപ്പം നമ്മൾ കാണാൻ സാധ്യതയുള്ള മോഡലാണിത് അല്ലേ. ഇപ്പോൾ ഇങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്നതാണല്ലോ. നോക്കൂ, കുറേ ജുംലകൾ തന്നിട്ടുണ്ട്. നോക്കാം, ഒന്നാമത്തേതിൽ എന്താണ്? സുഭാഷ് ചന്ദ്രബോസ് ഏക് മുജാഹിദെ ആസാദി ഹേ വോ കേരൾ മേ പൈദാ ഹുയെ. സുഭാഷ് ചന്ദ്രബോസ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അവർ ജനിച്ചത് കേരളത്തിലാണ്. ഇനി അടുത്തത് ഹവായി ആലൂദഗി സെ മഹ്ഫൂസ് രഖ്നെ കെ ലിയെ മെട്രോ കാ സഫർ ഏക് ബഹത്തരീൻ ത്വരീഖ ഹെ. അഥവാ ഹവായി ആലൂദഗി എന്ന് പറഞ്ഞാൽ വായുമലിനീകരണത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട്, സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് നല്ലതാണ്? ഈ മെട്രോയിലെ യാത്ര ഒരു നല്ല ഒരു മികച്ച വഴിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ കേത്തി ഹമാരി തഹസീബ് കാ ഹിസ്സാ ഹെ. കേത്തി, കൃഷി നമ്മുടെ തഹസീബ് എന്ന് പറഞ്ഞാൽ എന്താ? സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ 2 കാ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ബാരിഷ് കെ മൗസം മേ സാരേ കേത്ത് സൂക്ക് ഹോ ജാത്തേ ഹേ. എല്ലാ വയലുകളും എന്ത് ചെയ്യാണ്? ബാരിഷ് കാ മൗസത്തിൽ ഉണങ്ങിപ്പോകുന്നു. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്ന് നമുക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ബാരിഷ് കാ മൗസത്തിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? സൂക്കനെയല്ല ഉണ്ടാവുന്നത്. കാരണം അത് ഉണങ്ങിപ്പോവലാണ്. ഉഗാന അല്ലേ, അല്ലെങ്കിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എല്ലാവിടെയും എല്ലാ കാര്യങ്ങളും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഗർമിക്ക് മൗസത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഉണങ്ങിപ്പോകുന്നത് അല്ലേ, വേനൽക്കാലത്ത്. ഇനി കേത്തി ഹമാരി തഹസീബ് കാ ഹിസ്സാ ഹെ. അപ്പോൾ അത് ശരിയാണല്ലോ, ആണ്. ഇനി ഹവായി ആലൂദഗിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നല്ലൊരു മാർഗം തന്നെയാണ് മെട്രോയിലെ യാത്ര. അത് മാത്രമല്ല വക്ത് ബച്ചാനെ കെ ലിയെ അല്ലേ, സമയം കുറയ്ക്കാനായിട്ട്, ഗാഡിയോം കി തഅദാദ് കം കർനെ കെ ലിയെ, വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനായിട്ട്, ഇതൊക്കെ എന്താണ്? സടക്ക് കി ബീഡ് കം കർനെ കെ ലിയെ, അഥവാ റോഡിലെ തിരക്കുകൾ കുറയ്ക്കാനായിട്ട് ഒക്കെ ഈ മെട്രോയിലെ യാത്ര വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മെട്രോയെക്കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എഴുതാൻ പറ്റും കേട്ടോ. ഇത് മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതാം. അപ്പോൾ അത് ശരിയായ കാര്യമാണ്. സുഭാഷ് ചന്ദ്രബോസ് മുജാഹിദെ ആസാദി തന്നെയാണ്, പക്ഷേ കേരളത്തിലല്ല അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ഇത് വരുന്ന ഓപ്ഷൻ ഇതിലേതാണ്? 2ഉം 3ഉം ഇവിടെയാണ്. അപ്പോൾ ഇതിലെ ശരിയായ ഓപ്ഷൻ ഏതാണ്? ഇതാണ്. ഓക്കെ, മനസ്സിലായില്ലേ? നമ്മൾ ഇങ്ങനെ നോക്കുക, ഓരോ സെൻറ്റൻസ് ശരിയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇട്ട് വെക്കുക, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് ഇട്ട് വെക്കുക. എന്നിട്ട് ശരിയായ ജുംലയാണ് തയ്യാറാക്കേണ്ടെങ്കിൽ ഇങ്ങനെ. മനസ്സിലായി? ഇനിയിപ്പോൾ തെറ്റായ ജുംലയാണ് തയ്യാറാക്കേണ്ടതെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ തെറ്റായ ജുംലേനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് അതേപോലെ. അപ്പം നമ്മൾ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് എപ്പോഴും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് വായിക്കുക. മനസ്സിലായല്ലോ? ഇനി നമുക്കിതിൻ്റെ അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്തത് എന്താണ്? ഇതിൽ ഒരു 2ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കൂ, മെട്രോ കി സഫർ കെ ബാരെ മേ ലിഖിയെ. മെട്രോ യാത്രയെക്കുറിച്ച് എഴുതാൻ. മെട്രോ കി സഫറിനെ കുറിച്ച് ഇത് എവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലേ. നോക്കൂ, ഹവായി ആലൂദഗി സെ മഹ്ഫൂസ് രഖ്നെ കെ ലിയെ മെട്രോ കാ സഫർ എക് ബഹത്തരീൻ ത്വരീഖ ഹേ. അതെഴുതിക്കൂടെ? അതെഴുതാം. പിന്നെ മെട്രോ കാ സഫർ എന്താ? വളരെ ദിൽക്കഷാണ്. അതെഴുതിക്കൂടെ? മെട്രോ കാ സഫർ ബഹുത്ത് ദിൽക്കഷ് ഹേ. മെട്രോ കാ സഫർ ബഹുത്ത് ദിൽക്കഷ് ഹേ. വളരെ സിമ്പിൾ വേർഡ്സ് വെച്ചിട്ടുള്ള ഞാൻ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത എഴുതാം. കേരളമേ മെട്രോ എവിടെയാണുള്ളത്? എറണാകുളമേ അല്ലേ. എറണാകുളം ജില്ലയിലാണുള്ളത്. എറണാകുളം ജില്ലാമേ വാക്യ ഹേ. ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇത്രയും മതിയാവും അല്ലേ. കാരണം ഇതിൽ 3 ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് ഒരു 2-3 ജുംല തയ്യാറാക്കിയാൽ മതി. ഇനിയിപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ഒരു വാഹനത്തിനെക്കുറിച്ച്, ഇതല്ലാതെ വേറെ ഏതെങ്കിലും വാഹനത്തിനെക്കുറിച്ച്, ഇപ്പോൾ സൈക്കിൾ യാത്രയെക്കുറിച്ചാണെന്നുണ്ടെങ്കിലോ നമുക്ക് എഴുതാം സൈക്കിൾ കാ സഫർ ബഹുത്ത് ദിൽക്കഷ് ഹേ. പിന്നെ സൈക്കിളിൻ്റെ യാത്രയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? വായു മലിനീകരണം കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് നമുക്ക് അതിലും എഴുതാം. പിന്നെ സൈക്കിൾ
ബച്ചേ ബുഡേ ബഹുത്ത് പസന്ത് കർത്തേ ഹേ അല്ലേ. എല്ലാ വലിയവരും മുതിർന്നവരും ഒക്കെ എന്ത് ചെയ്യേണ്ടത്, സൈക്കിൾ ബച്ചേ ഓർ ബുഡേ ഏക് ജയ്സേ പ്യാർ കർത്തേ ഹേ എന്ന് എഴുതാം. മനസ്സിലായോ? ഇതാ ഇവിടെ. പിന്നെ സൈക്കിളിന് എന്ത് വേണ്ട, പെട്രോളൊന്നും ആവശ്യമില്ല. സൈക്കിൾ കെ ലിയേ പെട്രോൾ ന ഇസ്തേമാൽ കർത്തേ ഹേ അല്ലേ, ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ ഹവായി ആലൂദഗി ഇത് കണ്ടോ, ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, സൈക്കിൾ കാ സഫർ ഏക്ക് ബഹത്തരീൻ ത്വരീഖ ഹേ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് വായിക്കുക, മിക്കവാറും അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാനുള്ളത് കിട്ടും. ഇനി ഇത് കുറച്ച് കഷ്ടമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയും നമ്മൾ കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയത്. ഓക്കെ, ഇനിയിപ്പോൾ തഫ്രീഹി മക്കാമാത്ത് ഓർ താരീഖി ഇമാറാത്ത് കെ നാം അലഗ് കർക്കെ ലിഖിയെ, അതാണ് ഇതിലെ മൂന്നാമത്തെ ചോദ്യം. തഫ്രീഹി മക്കാമാത്ത് എന്താ, വിനോദസഞ്ചാര മേഖല. താരീഖി ഇമാറത്ത് എന്താണ്, ചരിത്ര സ്മാരകങ്ങൾ. ഇതിനെ രണ്ടിനെയും വേർതിരിച്ചെഴുതണം. അപ്പോൾ തഫ്രീഹി മക്കാമാത്ത് എന്താ, താരീഖി ഇമാറാത്ത് എന്താണെന്ന് നമുക്ക് അറിയണം. ഓക്കെ, ഇതിൻ്റെ അർത്ഥം അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എല്ലാം തെറ്റിപ്പോവും. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കി വെക്കുക. തഫ്രീഹി മക്കാമാത്ത്, താരീഖി ഇമാറാത്ത്. ഇനി ഇതിലേതൊക്കെ തഫ്രീഹി മക്കാമാത്ത് വരുന്നത്, വയനാടും ഊട്ടിയുമാണ് വരിക. വയനാടും ഇവിടെ ഓപ്ഷൻസ് ഇതിന്നാണ് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത് കേട്ടോ. തഫ്രീഹി മക്കാമാത്തിന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വയനാട് ഊട്ടി അതിനെ താഴെ എഴുതുന്നു. താരീഖി ഇമാറത്ത് അതൊക്കെയാണ് താജ്മഹൽ, ലാൽ കില്ല, ഇത് ഇതിനെ താഴെ. അപ്പോൾ ഇത് മറന്നു പോകരുത്. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു താരീഖി ഇമാറത്തിനെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ എഴുതാൻ പറയും. നമുക്ക് അങ്ങനെയും ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കുക അല്ലേ. നമ്മൾ ഒക്കെ പഠിച്ചു വെക്കുക. അതിനും നമുക്ക് എന്തെഴുതാം, ഹൂബ്സൂറത്ത് എഴുതാം, താജ്മഹൽ എവിടെയാണുള്ളത് എന്ന് എഴുതാം, ലാൽ കില്ല എവിടെയാണുള്ളത് എന്ന് എഴുതാം. പിന്നെന്താ വളരെ മനോഹരമാണ് നമ്മൾ എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം അല്ലേ. സർഗർമി 3 B, സർഗർമി 3 A ആണ് നമ്മുടെ കഴിഞ്ഞത്. ഇനി 3 B ആണ്. അപ്പോൾ നമ്മൾ മെട്രോ കാ സഫർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒന്നാമത്തെ യൂണിറ്റിലെ കുറച്ച് പാഠങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേത്തോമേ ജാനായി ആ ബാരിഷിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി കവർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞത് കേട്ടോ. ഇനി ഇതിൽ മൂന്നാമത്തെ B നോക്കൂ. കുടുംബശ്രീ കെ മുതാലുക്ക് സൊഹീഹ് ജുംല കോൻസാഹി, കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? നോക്കൂ, കുടുംബശ്രീ ഔറത്തോം കി ഏക് അഞ്ജുമൻ നെഹി ഹേ. എന്താ പറഞ്ഞത്? കുടുംബശ്രീ ഔറത്തോമിൻ്റെ ഒരു അഞ്ജുമൻ അല്ല. ഔറത്തോം കാ ബഡാവ ദേനെ കാ ഏക് സർക്കാരി മൻസൂബ ഹേ കുടുംബശ്രീ. സ്ത്രീകൾക്ക് പുരോഗമനം നൽകാനായിട്ടുള്ള ഒരു സർക്കാർ പദ്ധതിയാണ് കുടുംബശ്രീ. കുടുംബശ്രീ ഔറത്തോം കി ഏക് അഞ്ജുമൻ ഹേ, കുടുംബശ്രീ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്. ഒരീബീന ദൂർ കർന ഇസ്ക അഹം മക്സദ് ഹേ, അഥവാ ദാരിദ്ര്യം അകറ്റാതിരിക്കുക എന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമാണ്. അപ്പം ഇതിൽ ഏതൊക്കെയാണ് ശരി? നമുക്കറിയാം, ഇത് കുടുംബശ്രീ ഔറത്തോം കി അഞ്ജുമൻ ഹേ, പിന്നെ ഔറത്തോം കാ ബഡാവയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായ ഓപ്ഷനായിട്ട് വരുന്നത്? 2ഉം 3ഉം അല്ലേ. 2ഉം 3ഉം ആണ് അല്ലേ, അതാണ് ശരിയായി വരുന്നത്. അപ്പോൾ കുടുംബശ്രീയെക്കുറിച്ച് നമ്മൾ പഠിക്കുക കേട്ടോ. അതിന് വേണ്ട കുറേ കാര്യങ്ങളാണ് ഇത്. ഏതൊക്കെ? കുടുംബശ്രീ ഔറത്തോം കി ഏക് അഞ്ജുമൻ ഹേ, ഒരീബി ന ദൂർ കർന എന്നല്ല, ഒരീബി ദൂർ കർന ഇസ്ക അഹം മക്സദ് ഹേ. പിന്നെയോ ഔറത്തോം കാ ബഡാവ ദേനെ കാ ഏക് സർക്കാരി മൻസൂബ ഹേ കുടുംബശ്രീ. അപ്പോൾ നമ്മൾ കുടുംബശ്രീയെക്കുറിച്ച് ചിലപ്പോൾ എഴുതാൻ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ വാക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, കുടുംബശ്രീയെക്കുറിച്ച് എഴുതാം. അപ്പോൾ ഇതും പഠിച്ചു വയ്ക്കുക, വിട്ടുപോകരുത്. ഇനി ഇതിൽ രണ്ടാമത്തേത് എന്താണ്? കുടുംബശ്രീ യൂണിറ്റ് മേ ക്യാ ക്യാ ചീസേ ബനായി ജാത്തി ഹേ, 4 के नाम ലിഖിയെ. കുടുംബശ്രീ യൂണിറ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്? 4 എണ്ണത്തിൻ്റെ പേരെഴുതുക. എന്തൊക്കെ ഉണ്ടാക്കാറുണ്ട്? അച്ചാർ ഉണ്ടാക്കാറുണ്ട്, പക്വാൻ ഉണ്ടാക്കാറുണ്ട്, പക്വാൻ, ചത്തരി ഉണ്ടാക്കാറുണ്ട് അല്ലേ. പിന്നെന്താ, കപ്പട, ഇതൊക്കെ ഉണ്ടാക്കാറുള്ളതാണ് അല്ലേ. ഇതൊക്കെ നമുക്ക് എഴുതാം. ഇനി നോക്കൂ, ഇതിൽ മൂന്നാമത്തേത് ആജ്കൽ കുടുംബശ്രീക്ക് ഔറത്തോം കേത്തി ബി കർത്തേ ഹേ. കുടുംബശ്രീയിലെ സ്ത്രീകൾ ഇന്ന് കാലത്ത് എന്തും കൂടി ചെയ്യുന്നുണ്ട്? കൃഷിയും ചെയ്യുന്നുണ്ട്. കേത്തി കെ ബാരേ മേ ലിഖിയെ,
കേത്തിയെക്കുറിച്ച് കൃഷിയെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ കേത്തി ഹമാരി തഹസീബ് കാ ഹിസ്സാ ഹെ എന്നുള്ള ഒരു സംഭവമുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിലേക്ക് ഉത്തരമായിട്ട് ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റില്ലേ? കേത്തി ഹമാരി തഹസീബ് കാ ഹിസ്സാ ഹെ. പിന്നെ കേത്തി നഹി തോ ഹം നഹി ഹെ അല്ലേ? കേത്തി നഹി തോ ഹമേ കാന നഹി മിൽത്തേ ഹെ. പിന്നെ കേത്തി ഹമാരി ജാൻ ഹെ, കൃഷി നമ്മുടെ ജീവൻ തന്നെയാണ് അല്ലേ? കൃഷി ഇല്ലെങ്കിൽ വല്ലതും കിട്ടുമോ? അപ്പം അങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ നോക്കൂ, കുടുംബശ്രീയെക്കുറിച്ച് നോട്ട് തയ്യാറാക്കാനുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും ഇതിലുണ്ട്, ഈ ചോദ്യത്തിലുണ്ട്. കുടുംബശ്രീ യൂണിറ്റ് മേ അല്ലേ बहुत चीज़ें बनाई जाती है आजकल കുടുംബശ്രീ की औरतें खेती भी करते हैं. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ടാവും, നമ്മൾ മനസ്സിലാക്കുക. 1, 2, 3 ക്വസ്റ്റ്യനൊക്കെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ കണക്ഷനുകൾ എന്തായാലും ഉണ്ടാവും. അതിന് മുന്നത്തെ ചോദ്യങ്ങൾ തമ്മിലുള്ള കണക്ഷനൊക്കെ ഉണ്ടാവും. നമ്മളതൊക്കെ വൃത്തിയായി മനസ്സിലാക്കുക മാത്രമാണ് ആ സമയത്ത് ചെയ്യേണ്ടത്. ഓക്കെ, ടെൻഷൻ അടിച്ച് നമ്മളെല്ലാം കൂടി വിട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. ഇനിയിപ്പോൾ കേത്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, കേത്തി ഹമാരി തഹസീബ് കാ ഹിസ്സാ ഹെ. എന്നിട്ട് എഴുതാം ആജ്കൽ കുടുംബശ്രീക്ക് ഔറത്തേം കേത്തി ബി കർത്തേ ഹെ, അത് നമുക്ക് എഴുതാം. മനസ്സിലായോ? പിന്നെ കേത്തി നെഹി തോ ഹമേ ഹം എന്ന് എഴുതാം, അല്ലെങ്കിൽ ഹമേ കാനാ നെഹി മിൽത്തേ ഹെ. ഹം സബ് കേത്തി കർനാ ഹെ. നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? കേത്തി ചെയ്യണം, കൃഷി ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനുള്ള ഉത്തരവും എഴുതാം. അപ്പോൾ ഇത് നമ്മുടെ കേത്തോമേ ജാനായി എന്നുള്ള പാഠഭാഗം, അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഇതില്ലേ ലീലാബായിൻ്റെ പാഠം കേത്തി കർണേക്ക മസ, ആ പാഠഭാഗമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളതാണ് എന്ത്? കേത്തുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു വയ്ക്കുക. കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലക്കാർഡ് തയ്യാറാക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എഴുതാം. കേത്തി നെഹീത്തോ അല്ലേ? കേത്തി നെഹീത്തോ ഹമേ കാന നെഹി മിൽത്തേ ഹെ. കേത്തി ഹമാരി ജാൻ ഹെ. കേത്തി ഹമാരി തഹസീബ് കാ ഹിസ്സാ ഹെ. നൂര തയ്യാറാക്കാനാണെന്നുണ്ടെങ്കിലും നമുക്കിത് തന്നെ മതി. നോട്ട് തയ്യാറാക്കാനാണെന്നുണ്ടെങ്കിലും ഈ വാചകങ്ങൾ തന്നെ മതി. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. 4ാമത്തെ സർഗർമി നോക്കൂ. ജോഷ്ന താലീമി സഫർ കെ ബാദ് ഗർ വാപ്പസായി. ആ പേര് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ പാഠഭാഗത്തിലുണ്ടായിരുന്ന ജോഷ്ന തന്നെയാണ് കൊടുത്തത്. എന്താ പറഞ്ഞത്? ജോഷ്ന താലീമി സഫറിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തി. ഉസ്കെ ദാദി പൂച്ഛനിലേക്ക്, അവളുടെ ദാദി അവളോട് എന്തൊക്കെയോ ചോദിക്കുകയാണ്. എന്താ ചോദിക്കാൻ തുടങ്ങിയത്? സഫർ കൈസിയിലേക്ക്, സഫർ എങ്ങനെയുണ്ടായിരുന്നു, യാത്ര എങ്ങനെയുണ്ടായിരുന്നു? വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയും അച്ചാലേക്ക് അല്ലേ? സഫർ അച്ചാലഗി ദാദി. പിന്നെ തും ക്യാ ക്യാ ദേക്കാ, മൈസൂറിലാണ് പോയത് അല്ലേ? തും വഹാ ക്യാ ക്യാ ദേക്കാ. തും വഹാ ക്യാ ക്യാ ദേക്കാ. എന്തൊക്കെ കണ്ടത്? മൈസൂരിൽ 1-2 സ്ഥലങ്ങളുടെ പേരൊക്കെ നമുക്കറിയാലോ. നമ്മുടെ മൈസൂർ കില്ല, ബൃന്ദാവൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. മൈസൂർ പാലസ്, വഇറ, ദേക്കി ദാദി അല്ലേ? ദേക്കാ ഹേ ദാദി, ഇതൊക്കെ കണ്ടു ദാദി. അപ്പോൾ ദാദി എന്ത് പറയുന്നത്? ടീക്ക് ഹേ ബേട്ടി. ഇനി വേണമെന്നുണ്ടെങ്കിൽ ടീക്ക് ഹേ ബേട്ടി അല്ലേ? പോയിക്കോളൂ, പോയി ഭക്ഷണം കഴിച്ചോളൂ എന്ന് എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ടീക്ക് ഹേ ദാദി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എവിടെയാണ് പോയത് അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ചെയ്യുക. ഈ ചോദ്യമൊക്കെ നമുക്ക് എല്ലാത്തിലും ഉപയോഗിക്കാം അല്ലേ? എവിടെയാണ്, അവിടെ എന്തൊക്കെയാണ് കണ്ടത്, അതുപോലെ തന്നെ യാത്ര എങ്ങനെയുണ്ടായിരുന്നു, ആ യാത്ര നല്ലതായിരുന്നു, ടീക്ക് ഹേ. പിന്നെ അവിടെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലങ്ങൾ ക്വസ്റ്റ്യനിലുണ്ട് എന്നുണ്ടെങ്കിൽ
അതുപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വളരെ സിമ്പിളായിട്ടൊരു കോൺവെർസേഷൻ തയ്യാറാക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഡൽഹിയെക്കുറിച്ചാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ലേ? പറ്റും. ഓക്കെ, അപ്പം നമ്മൾ വളരെ വൃത്തിയായിട്ട് ഓരോന്നും മനസ്സിലാക്കി ചെയ്യാം. ഇനി ഇതിൽ രണ്ടാമത്തേത്, മൈസൂർ ഹിന്ദുസ്ഥാൻ കാ മഷ്ഹൂർ ഡാഷ് ഹേ. മൈസൂർ ഇന്ത്യയുടെ പ്രസിദ്ധമായ അല്ലെങ്കിൽ പ്രശസ്തമായ എന്താണ്? റിയാസത്ത്, സംസ്ഥാനമാണ്. തഫ്രീഹി മക്കാം അഥവാ വിനോദസഞ്ചാര മേഖലയാണ്. താരീഖി ഇമാരത്ത്, ചരിത്ര സ്മാരകമാണ്. വത്തൻ, രാജ്യമാണ്. ഏതാണ് വരിക? മൈസൂർ എന്താണ്? തഫ്രീഹി മക്കാമാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് പഠിച്ചു വയ്ക്കാം. ഇന്ത്യയാണെന്നുണ്ടെങ്കിലാണ് നമ്മുടെ വത്തനാവുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ കേരളം ആണെന്നുണ്ടെങ്കിലാണ് അത് നമ്മുടെ റിയാസത്താണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു താരീഖി ഇമാരത്ത്, ചരിത്ര സ്മാരകങ്ങൾ തന്നാലാണ് നമ്മൾ ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം നോക്കൂ. കഹാനി ഔർ സേ പഠിയെ, കഥയാണ് കേട്ടോ. അത് നന്നായി വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, ശ്രദ്ധിച്ച് വായിക്കണം. നോക്കൂ. മായാ നാം കി ഏക് ലഡ്കി ഷഹർ മേ രഹാ കർത്തി തി, ഇസേ സൈക്കിൾ പർ ഘൂംന ബഹുത് പസന്ദ് താ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഏക് ദിൻ മായാനെ അപ്നി സഹേലി സൽമ കെ സാത്ത് പാർക്ക് മേ ജാനെ കാ ഫൈസല കിയ. ഇവിടെ 2 കായും 2 കേയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. दोनों अपना चमकदार हेलमेट पहनकर സൈക്കിൾ ചലാത്തെ ഹുയെ നിക്കൽ ഗയേ. മായ എന്നുള്ള പേരുള്ള ഒരു കുട്ടി ഷഹറിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവൾ എന്ത് ചെയ്യാണ്? അവൾക്ക് സൈക്കിളിൽ കറങ്ങുക എന്നുള്ളത് വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം മായ തൻ്റെ കൂട്ടുകാരിയുടെ ഒപ്പം പാർക്കിലേക്ക് പോകാൻ തീരുമാനിച്ചു. 2 പേരും തിളങ്ങുന്ന ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് എവിടേക്ക് തിരിക്കുകയാണ്? സൈക്കിളിൽ യാത്ര തിരിക്കുകയാണ്. ഇനി ഇഷാറോം കി മദത് സേ 3 സവാലാത്ത് തയ്യാർ കീജിയെ. 3 ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്യാ, കോൻ, കഹാ, കിസ്കെ. ക്യാ എന്ത്, കോൻ ആര്, കഹാ എവിടെ, കിസ്കെ ആരുടെ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? അവിടെ മായാ നാം കി ഏക് ലഡ്കി ഷഹർ മേ രഹാ കർത്തി തി. നമുക്ക് എന്തെഴുതാം? വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. മായാ നാം കി ഏക് ലഡ്കി ഷഹർ മേ എന്ന് മാറ്റിയിട്ട് അതിന് പകരം എന്തെഴുതാം? കഹാ, എവിടെയാണ് താമസിച്ചിരുന്നത് ചോദിക്കാം. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ ഷഹർ മേ കോൻ രഹാ കർത്തി തി എന്ന് എഴുതാം. മനസ്സിലായോ? ഷഹർ മേ കോൻ രഹാ കർത്തി തി. ഷഹറിൽ ആരാണ് താമസിച്ചിരുന്നത്? അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത്, ഇസേ ക്യാ പസന്ത് താ ചോദിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മായാക്കോ ക്യാ പസന്ത് താ ചോദിച്ചൂടെ? അങ്ങനെ ചോദിക്കാം. സൈക്കിൾ പർ ഘൂംന എന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് മാറ്റിയിട്ട് ഇസേ ക്യാ ബഹുത്ത് പസന്ത് തീ ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ एक दिन माया ने अपनी സഹേലി സൽമ കെ സാത്ത് പാർക്ക് മേ ജാനെ കാ ഫൈസല കിയ. ഇവിടെ എന്തെഴുതാം? एक दिन माया ने अपनी സഹേലി സൽമ കെ സാത്ത് കഹാ ജാനെ കാ ഫൈസല കിയ. ഈ പാർക്ക് മേ എന്നുള്ളത് മാറ്റിയിട്ട് കഹാ ജാനെ കാ ഫൈസല കിയ എന്നാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ एक दिन माया കിസ് കെ സാത്ത്, ഈ സൽമ അപ്നി സഹേലി സൽമ എന്ന് മാറ്റിയിട്ട് എന്തെഴുതാം? കിസ് കെ സാത്ത് പാർക്ക് മേ ജാനെ കാ ഫൈസല കിയ. അപ്പോൾ നമുക്ക് ഒരു വരികളിൽ തന്നെ 1 or 2 ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കാനുള്ളതുണ്ട്. അപ്പോൾ ആ ഉത്തരം വരുന്നത്, നമ്മൾ ചോദ്യം ചോദിക്കുന്നു മനസ്സിൽ, എന്നിട്ട് അതിൻ്റെ ഉത്തരം വരുന്നു. ആ ഉത്തരം എന്ത് ചെയ്യുക? മാറ്റിയതിന് ശേഷം അതിന് പകരം ചോദ്യപദം ചേർത്ത് എഴുതി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്കതിൻ്റെ ചോദ്യങ്ങൾ തയ്യാറാക്കാൻ പറ്റും. ഇനി ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? രണ്ടാമത്തേത്, കഹാനി ഗരം ഗരം ജിലേബി ക അഹം കിർദാർ കോൻ ഹേ. ഗരം ഗരം ജിലേബി എന്നുള്ള കഥയുണ്ടല്ലോ, ആ കഥയിലെ അഹം കിർദാർ, പ്രധാന കഥാപാത്രം ആരാണ്? മറന്നിട്ടില്ലല്ലോ നിങ്ങളാരും ആ കഥ? ഇല്ല അല്ലേ? രാഹുലാണോ, നന്ദു ആണോ, സിനാനാണോ, നിഹാലാണോ? നമുക്കറിയാം നന്ദു ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ഹംബി സാത്ത് ഹേ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതിലാണ് ആര് വരുന്നത്? രാഹുലും സിനാനും ഒക്കെ വരുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ഈ കഥ തന്നെ തരുള്ളൂ പറഞ്ഞ് ഇത് തന്നെ പഠിക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. ഏത് കഥ വേണമെങ്കിലും വരാം, ഏത് കഥ വന്നാലും ടെക്നിക്ക് ഇത് തന്നെയാണ്. മനസ്സിലായല്ലോ? നമ്മൾ ആ കഥയും ഒക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇനി അടുത്ത 6ാമത്തെ സർഗർമി നോക്കാം. ഇനി 6ാമത്തേത്, യൗമെ മാഹൂലിയാത്ത് के मौके पर स्कूल में एक जलसा निकलने वाला है, इसी के लिए 2 न्योरे तैयार कीजिए. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നിന്ന് ഒരു ജൽസ, ഒരു യോഗം അല്ലേ, യോഗം നടക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ തുടങ്ങാൻ പോവുകയാണ്. അതിനായിട്ട് 2 ന്യൂര തയ്യാറാക്കണം. എന്തൊക്കെ എഴുതാൻ പറ്റും?
പേട് ബച്ചാവോ ജാൻ ബച്ചാവോ, മാഹൂലിയാത്മാവുമായി ബന്ധപ്പെട്ടല്ലേ, പേട് ബച്ചാവോ ജാൻ ബച്ചാവോ. പിന്നെ നമ്മൾ അപ്പോഴേ പഠിച്ച കേത്തി ഹമാരി തഹസീബ് കാ ഹിസ്സാ ഹേ, അതെഴുതാം, അതെഴുതിക്കൂടെ. കേത്തിയും കൃഷിയൊക്കെ എന്താ ഇത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. അല്ലെങ്കിൽ കേത്തി ബച്ചാവോന് പകരം നമുക്ക് എന്തെഴുതാം, കേത്ത് ബച്ചാവോ ജാൻ ബച്ചാവോ. അപ്പോൾ ഈ ബച്ചാവോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും കേട്ടോ. ബച്ചാവോ ജാൻ ബച്ചാവോ എന്തായാലും പഠിച്ചു വയ്ക്കുക, ജീവൻ രക്ഷിക്കൂ. എന്നിട്ട് എന്തിനെക്കുറിച്ചാണോ അത് എഴുതിയതിന് ശേഷം എന്താ നോക്കൂ, പേട് ബച്ചാവോ ജാൻ ബച്ചാവോ. ഇവിടെ കേത്ത് ബച്ചാവോ ജാൻ ബച്ചാവോ. ഇനി പാനി ആണെങ്കിലോ, പാനി ബച്ചാവോ ജാൻ ബച്ചാവോ. മനസ്സിലായോ? അപ്പോൾ ഈ സംഭവം പഠിച്ചു വയ്ക്കുക. പിന്നെ അടുത്തത് ഒരെണ്ണം, പേട് കി ഹിഫാസത്ത് കരോ, മരത്തിനെ സംരക്ഷിക്കൂ. ഇനി അതേപോലെ കേത്തിക്ക് ഹിഫാസത്ത് കരോ എന്ന് എഴുതിക്കൂടെ, പാനിക്ക് ഹിഫാസത്ത് കരോ എന്ന് എഴുതിക്കൂടെ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഹിഫാസത്ത് കരോ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കൂ. രണ്ടും ഏകദേശം അർത്ഥം ഒന്ന് തന്നെയാണ്, എന്നാലും ബച്ചാവോ എന്ന് പറഞ്ഞാൽ രക്ഷിക്കൂ. അപ്പോൾ ഇതും നമ്മൾ പഠിച്ചു വെക്കുക. ഏതിനെക്കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലക്കാർഡ് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇത് വെച്ച് നമുക്ക് നോട്ടും തയ്യാറാക്കാൻ പറ്റുമല്ലേ. മനസ്സിലായല്ലോ? അപ്പോൾ ഏത് വന്നാലും നമുക്ക് എഴുതാനുള്ള ആ ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കി എടുക്കണം. ഇനി ഇതിൽ രണ്ടാമത്തെ നോക്കൂ, ഇതിൽ രണ്ടാമത്തെ ഇതാണ് കേട്ടോ, തർക്കാരി സിഹത് കോ അച്ഛാ ഹേ, അല്ലെങ്കിൽ സിഹത് കെ ലിയെ അച്ഛാ ഹേ, ആരോഗ്യത്തിന് നല്ലതാണ്. പസന്ദീദ ഏക തർക്കാരി കെ ബാരേ മേ ജുംലെ ലിഖിയെ, ഇഷ്ടപ്പെട്ട പച്ചക്കറിയെക്കുറിച്ച് ജുംല തയ്യാറാക്കുക. ഇതിൽ തന്നെ ഒരു വരിയുണ്ട്, തർക്കാരി സിഹത് കെ ലിയെ അച്ഛാ ഹേ. മനസ്സിലായോ? ഇനി പസന്ദീദ ഏക്ക് തർക്കാരി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം, മേരാ പസന്ദീദ തർക്കാരി, എൻ്റെ ഇഷ്ടപ്പെട്ട തർക്കാരി ഏതാ, ആലു ഹേ എന്ന് എഴുതാം. ആലു ചോട്ടാ ഹേ, ചെറിയ പച്ചക്കറിയാണ് അല്ലേ. വോ മസേദാർ ഹേ, लोग इससे मुख्तलिफ खाने की चीज़ें बनाते हैं. അപ്പോൾ എന്തിനെക്കുറിച്ച് തന്നാലും നമ്മൾ എഴുതാൻ പഠിക്കുക. ഓക്കെ. ഇനി അടുത്തത് എന്താണ്, അടുത്തത് സർഗർമി 6 ബി ആണ് കേട്ടോ. ഇൻ്റർണൽ ചോയ്സുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 2 വരിയാണ് തന്നിട്ടുള്ളത്. ജണ്ട ഊഞ്ചാ രഹേ ഹമാര വിജയി വിശ്വ തിരങ്ക പ്യാര. ഈ വരികൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, കൗമി ജണ്ടേക്കെ ബാരേമേ ഏക് നോട്ട് ലിഖിയെ, കൗമി ജണ്ടയെക്കുറിച്ച് എഴുതുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു വരി കിട്ടിയിട്ടുണ്ട് അല്ലേ, തിരങ്ക തിരങ്ക അല്ലേ. അതുപോലെ തന്നെ പ്യാര, ഹമാര, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ എഴുതാം, ഹമാര കൗമി ജണ്ട. बहुत खूबसूरत है, നല്ല ഭംഗിയല്ലേ കാണാൻ. इसको तिरंगा झंडा कहते हैं, कहते हैं. इसमें 3 रंग होते हैं. അല്ലെങ്കിൽ നമുക്ക് ഇസ്മേ 3 രംഗ് ഹോത്തേ ഹേ, അത് കഴിഞ്ഞിട്ട് എന്തെഴുതാം, ഇസ്ലിയേ ഇസ്കോ കേട്ടോ, ഇസ്ലിയേ ഇസ്കോ തിരങ്ക ജണ്ട കഹത്തേ ഹേ. മനസ്സിലായോ? ഇസ്മേ 3 രംഗ് ഹോത്തേ ഹേ, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതുകൊണ്ട് ഇസ്കോ തിരങ്ക ജണ്ട കഹത്തേ ഹേ, അതെഴുതാം. ഇങ്ങനെ എഴുതാലോ അല്ലേ. ഇനി അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഊപ്പർക്കാ രംഗ് എന്താണ്, ഊപ്പർക്കാ രംഗ് എന്താ നമുക്കറിയാലോ, ഊപ്പർ ജഫറാനിയാണ്. ഇനി നീച്ചെ ഹരയാണ്. അതേമാതിരി ബേച്ച്മേ എന്താ, ബേച്ച്മേ നീലയാണ്. നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതൊക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, കൗമി ജണ്ടയെക്കുറിച്ച് എഴുതാൻ പറ്റും. ഓക്കെ. ഇനിയിപ്പോൾ മുജാഹിദ് ആസാദിയെക്കുറിച്ചൊക്കെ ഒരുപാട് തവണ നമുക്ക് അരക്കൊല്ല പരീക്ഷയ്ക്കും കാക്കൊല്ല പരീക്ഷയ്ക്കും ഒക്കെ വന്നതുകൊണ്ടാണ് അത് നമ്മൾ എടുക്കാതിരുന്നത് കേട്ടോ. നമ്മളത് പഠിച്ചു വെക്കുക, എന്തായാലും അതൊന്ന് നോക്കി വെക്കുക. ആ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ. ഇനി ഇതിൽ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി കൊടുത്തിട്ടുണ്ട്, നോക്കൂ.
दिवाली हिंदुस्तान का एक अहम त्यौहार है. बच्चों किसी एक त्यौहार के बारे में നോട്ട് ലിഖിയെ. ദീപാവലി ഇന്ത്യയിലെ ഒരു പ്രശസ്ത ആഘോഷമാണ് അല്ലേ, പ്രധാനപ്പെട്ട ആഘോഷമാണ്. പ്രശസ്തയല്ല, പ്രധാനപ്പെട്ട ആഘോഷമാണ്. ഏതെങ്കിലും ഒരു തഹവാറിനെ കുറിച്ച് നോട്ട് തയ്യാറാക്കുക. ഇവിടെ കാന, കപ്പട, അതുപോലെ തന്നെ ഹൂഷ്, ആപ്പസി, മേൽജോലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ദീപാവലിയെക്കുറിച്ച് തന്നെ എഴുതാം. ദീപാവലി ഹിന്ദുസ്ഥാൻ കാ ഏക് അഹം त्यौहार है. പിന്നെന്താ എഴുതാം? ഇസ് ദിൻ ലോഗ് മസേദാർ കാന പുക്കാത്തെ ഹേ. ഇത് ദീപാവലിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാത്തിനും എഴുതാൻ പറ്റുന്ന സെൻറ്റൻസ് ആണ്. പിന്നെ നയേ നയേ കപ്പടേ പഹൻതേ ഹേ. പിന്നെയോ नए नए कपड़े पहनते हैं. त्यौहार आपसी मेलजोल का മൗക്യ ബേഹേ അല്ലേ, പരസ്പരം കൂടിച്ചേരാനുള്ള ഒരു അവസരവും കൂടിയാണ് എന്ത് തഹവാർ എന്ന് പറയുന്നത്. പിന്നെന്താ, പിന്നെ സന്തോഷമൊക്കെ ഉണ്ടാവും അല്ലേ. അതിനെക്കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം. ഉസ് ദിൻ ബഹുത്ത് ലോഗ് ബഹുത്ത് ഖുഷ് മനാത്തേ ഹേ. അങ്ങനെയും വേണമെന്നുണ്ടെങ്കിൽ എഴുതാം അല്ലേ. അതൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യാം, ഒരു തഹവാറിനെ കുറിച്ച് നമുക്ക് നോട്ട് തയ്യാറാക്കാം. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. ഇത് നമ്മുടെ ദോസ്തി എന്നുള്ള പാഠഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ അതാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ദോസ്തിനെ കുറിച്ച് എഴുതാൻ വേണമെന്നുണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ പടോസിയെക്കുറിച്ച് എഴുതാനുള്ളത് വരാം. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ വല്ല കവിതകളും തന്നിട്ടായിരിക്കും എഴുതാൻ പറയുക. അപ്പോൾ നമ്മൾ അത് വായിച്ച് മനസ്സിലാക്കി എഴുതുക. അപ്പോൾ ഏകദേശം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്രദം ആവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എപ്പോഴും ഒരു മോഡലേ തരാൻ പറ്റുള്ളൂ, ഒരിക്കലും അക്യുറേറ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ തന്നെ തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സാധ്യതകൾ പറയുന്നുണ്ട്, ഇന്നതെല്ലാം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ പഠിച്ചാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ കൃത്യമായി ഇതൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അപ്പോൾ എല്ലാവരും പഠിക്കുക, നല്ല നല്ല മാർക്കുകളൊക്കെ വാങ്ങുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഹുദാ ഹാഫിസ്.